ഇങ്ങനെ കരയല്ലേ സുമേ. നിന്റെ കരച്ചില് കണ്ടിട്ടാ മോളും കരയണേ. ഈ കരച്ചിലും കണ്ടോണ്ട് എന്റെ ആത്മാവ് എങ്ങനെ സമാധാനായിട്ട് ഭൂമിന്ന് പോവും? നീ പറ സുമോ. തറവാട്ടിന്ന് ആരെയും കാണാനില്ലല്ലോ. എന്റെ ശവം കാണാൻ വരില്ലാന്നുണ്ടോ? വേണ്ട, വരണ്ട. സുമേ, ദേ ചാക്കോ മാഷും അബ്ദുള്ള മാഷും സരോജിനി ടീച്ചറും കുട്ടികളൊക്കെ വരണു. ഇത്തിരി വേണമെങ്കിൽ കരഞ്ഞു. കുട്ടികളെ എന്തായി കാണിക്കുന്നത്? മൃതദേഹം തൊട്ട് വണങ്ങുകയോ കാൽക്കൽ നിൽക്കുകയോ ചെയ്യരുതെന്നാണ് ശാസ്ത്രം. എല്ലാവരും രണ്ട് സൈഡിലേക്ക് മാറിന്ന് കൺകുളിർക്കെ കണ്ടോളൂ. കണ്ടവര് മാറി നിൽക്കൂ. കാണാത്തവര് കണ്ടിട്ട് പോട്ടെ. സ്കൂളിന്റെ നന്മയ്ക്ക് വേണ്ടി പൂജയും വഴിപാടും ഒക്കെ ചെയ്തതിന് ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്ക് സദാനന്ദ. എല്ലാം പോയില്ലേ മാഷേ? ഇനി ആര് തേങ്ങ പൊട്ടിക്കും മാഷേ? പോട്ടെ മാഷേ, പടച്ചോ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? എന്നാലും സുമംഗലി നീ ഓർമ്മിക്കുമോ എന്ന സീരിയലില് ജയചന്ദ്രൻ മാഷിനെ പോലെ അൽപായുസായി പോയല്ലോ നമ്മുടെ സദാനന്ദ മാഷ. ചാക്കോ മാഷിനെന്താ സ്ത്രീ ശബ്ദം? എന്താ നോക്കണേ? എന്റെ മൂക്കിൽ വെച്ച പഞ്ഞി അവിടെ പോയി. പഞ്ഞിയോ? സതുവേട്ടാ, സോറി, ഞാനൊരു സ്വപ്നം കണ്ടതാ. ഇങ്ങനെ സ്വപ്നം കണ്ട ബാക്കിയുള്ളവർ പരലോകത്തെത്തും. എന്റെ നടു ഒടിഞ്ഞേനെ. അതിന് ഞാൻ നടുവിനല്ലല്ലോ ചവിട്ടിയത്, ചന്തിക്കല്ലേ. ആഹാ, അപ്പൊ അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? നിന്നെയല്ല, ഞാൻ ചാക്കോ മാഷിന്റെ. ചാക്കോ മാഷ? ഞാനല്ല, എന്റെ ഡെഡ് ബോഡി. എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ എന്റെ മരണ സ്വപ്നം കണ്ടത്. അതായത് എന്റെ ബോഡി ഇങ്ങനെ പൂമുഖത്ത് കിടത്തിയിരിക്ക, നെയ്യും മോളും തൊട്ടടുത്ത്. എനിക്ക് കേക്കണ്ട. ആ പണിക്കരുടെ ബോഡി കാണാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ വേണ്ടാത്ത എന്തെങ്കിലും തലയെ കയറ്റിക്കൊണ്ടുവരുന്നു. അങ്ങോട്ട് മാറി കിടന്നു. മോള് കിടന്നു. ഈശ്വരാ, എന്റെ മോളെ ചവിട്ടി തെറിപ്പിക്കാഞ്ഞത് ഭാഗ്യം. സ്വപ്നം. സുമോ, ഞാനൊരു കാര്യം ചോദിച്ച കുഴപ്പാവോ? ആ, ചോദിക്കേ. ഞാൻ നിര്യാതനായ നീ എന്ത് ചെയ്യും? ഞാനൊരു നിരീശ്വരവാദിയെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. സുമോ? അല്ല പിന്നെ. അതെ, ഇനി വല്ല സ്വപ്നം കാണാനും പരിപാടി ഉണ്ടെങ്കിലേ താഴത്തേക്ക് ഇറങ്ങി കിടന്നോളൂ കേട്ടോ. ആനകളും പത്രം വായിക്കാൻ തുടങ്ങിയെന്നാ തോന്നണത്. കണ്ട, നല്ല അസൽ കളർ പടം. ഇങ്ങനത്തെ അടിപൊളി പടം പത്രത്തിൽ വരെയാണെങ്കിൽ ആന പാപ്പാന മാത്രമല്ല, സ്വന്തം അച്ഛനെ വരെ ചവിട്ടിക്കൊല്ലും. ഏതായാലും പാപ്പാമാരെ ഇൻഷൂർ ചെയ്യാൻ പറ്റിയ സമയോ? ഇയാൾക്കെന്താ മത ഇളകിയോ? ഇത്രയും കടുപ്പത്തില് രാവിലെ എവിടെ നിന്ന് കിട്ടണോ എന്റെ ഈശ്വര? എന്താ മാഷ് പതിവില്ലാണ്ട് ഈ നേരത്ത്? സസ്പെൻഷനിലായതുകൊണ്ട് വീട്ടുകാരത്തിന്റെ വക ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ദിനപത്രം കട്ടാ. അതെ കേട്ടാ, സദാനന്ദ മാഷിനുള്ള ഉപദേശമാ. തൊട്ടേനും പിടിച്ചതിനൊക്കെ ശകരം നോക്കിയിരുന്നിട്ട് ഇപ്പൊ എന്തായി? എനിക്കിപ്പോ ശനിയുടെ അപഹാര. ദോഷം വന്നാ ശനി, നല്ലത് വന്നാ ശുക്രൻ. നിന്നെ പോലുള്ളവർക്ക് എന്ത് വന്നാലും ചാരാനൊരു തൂണുണ്ടല്ലോ. അരുന്ധതി റോയിക്ക് 1,65,00,000 രൂപയുടെ ലെന്നൻ അവാർഡ്. ലോട്ടറി എടുക്കണ്ടായിരുന്നു, വല്ല നോവൽ എഴുതിയ മതിയായിരുന്നു. സംസ്കാരിക പോളിസി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ശനി. ഒന്ന് എടുക്കട്ടെ മാഷേ, ഇപ്പൊ പുതിയ സ്കീമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സമയാവട്ടെ ജോസഫേട്ടാ. ഇനി എപ്പോഴാ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ പേപ്പർ. വെരി സോറി, ഞാൻ സീരിയസ് ആയ മാറ്റർ വായിച്ചോണ്ടിരിക്കുക. തൽക്കാലം നീ വേണമെങ്കിൽ ഈ ചരമക്കുളം വായിച്ചിരിക്കും. കട്ടിലിന്ന് വീണ കുട്ടി മരിച്ചു എന്ന് കരുതി അമ്മ ആത്മഹത്യ ചെയ്തു. കർത്താവേ, അവര് പോളിസി എടുത്തതാണ്. എവിടെയാണ് സ്ഥലം നോക്കി? ചെമ്പഴന്തി. അപ്പൊ അത് എന്റെ ഏരിയ അല്ല, അതും പോയി. മരണപ്രവാചകൻ അത് സിനിമയാണോ? അല്ലടോ, ഒരു ജ്യോത്സ്യന്റെ പരസ്യോ. അനേക വർഷത്തെ ഗവേഷണവും നിരീക്ഷണവും നടത്തി അതിപ്രശസ്തരായവരുടേതുൾപ്പെടെ അനേകം പേരുടെ ഭൂതവും ഭാവിയും മരണസമയവും കൃത്യമായി പ്രവചിച്ച് പ്രശസ്തി നേടിയ അത്ഭുത സിദ്ധൻ ഡോക്ടർ മണ്ണുണ്ണിക്കാവ് കൃഷ്ണനുണ്ണി ഈ മാസം, അതായത് മെയ് 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഹോട്ടൽ സരോവരത്തിൽ ക്യാമ്പ് ചെയ്യുന്നു. വിദേശത്തുള്ളവർക്ക്
സ്പെഷ്യൽ പൂജ ചെയ്ത ഏലസുകൾ അയച്ചു കൊടുക്കുന്നതാണ്. വിലാസം ഹോട്ടൽ സരോവരം, തൃശൂർ. ഫോൺ നമ്പർ 446877, മൊബൈൽ 984840399696. ഇടാത്ത ചായ ജോസഫേ, വേണമെങ്കിൽ സിദ്ധനെ ചെന്നുകൊണ്ട് മരിക്കാൻ പോണ ലിസ്റ്റോടെ എടുത്ത് വെച്ചു. നല്ല അസല് കച്ചവടം കിട്ടും. ഗോപാല, ഞാനൊന്ന് കണ്ടോ. അല്ല, വാർത്ത നിനക്കെന്താ ഞാൻ പറഞ്ഞ വിശ്വാസവും ഇല്ലേ? നിന്നെ കളിയാക്കാൻ വേണ്ടി വായിച്ചതല്ല. ഇതാ നോക്ക്. കൃഷ്ണേട്ടോ, സദാനന്ദൻ മറ്റൊരു മാഷ് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ചോർത്തിണ്ട്. കൈ കാശുണ്ടോ? കുഴപ്പമില്ല, മിനിമം ഒരു 5000 രൂപ. അത് മതി. നമ്മുടെ കമ്മീഷനാരും തരാം. സദാനന്ദൻ അല്ലേ? അതെ. ഒരു സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ, ഒപ്പം മരണഭീതി. ഇരിക്കൂ. അഗ്നിദേവ, ഓം. നാമധേയം സദാനന്ദൻ. പക്ഷെ നാളിതുവരെ ആനന്ദം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. മനസ്സെന്നും നെരിപ്പോടുപോലെ നീറിപ്പുകയുകയാണ്. തന്റെ ജന്മദോഷം കൊണ്ട് ഒരു പ്രാണിക്ക് പോലും ദോഷമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അല്ലേ? അതെ. ഇപ്പോഴെന്താണ് അറിയേണ്ടത്? എല്ലാം അറിയണം. സുഖദുഃഖകരം കർമ്മ ശുഭാശുഭ മുഹൂർത്തം ജന്മാന്തരേബി തൽക്കുര്യാത് ബലം തസ്യനയ പിവ എന്നാണല്ലോ. ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, മുത്തശ്ശൻ ചൊല്ലി കേട്ടിട്ടുള്ളതാ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ഒരു ദക്ഷിണായിട്ട് തട്ടിലേക്ക് വെച്ചോളൂ. ഓ, ഇത് എഴുതിച്ചിട്ട് എത്ര കാലായി? 5-8 കൊല്ലായിട്ടുള്ളൂ. കണ്ടപ്പോഴേ തോന്നി. ചെറുപ്പത്തില് മുത്തശ്ശൻ എഴുതിച്ച ജാതകം എവിടെയെന്ന് ആർക്കൊരു നിശ്ചയില്ല. മുത്തശ്ശൻ ആരെയും അത് കാണിച്ചിട്ടില്ല. മുത്തച്ഛൻ ബഹുജ്ഞാനിയായിരുന്നല്ലേ? ദീർഘദർശി. ജ്യോത്സ്യത്തിലൊക്കെ കുറച്ച് പിടിപാടുള്ള ആളായിരുന്നേ. ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ജാതകം സദാനന്ദൻ കാണരുതെന്ന നിർബന്ധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളൂ. അതെന്താ അങ്ങനെ പറഞ്ഞു? പറയാം. ഒന്ന് പുറത്തേക്ക് വന്നോളൂ. കൈയൊന്ന് നീട്ടൂ. സത്യമേ പറയൂ. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. കണ്ണടച്ച് ശനീശ്വരനെ ധ്യാനിച്ചോളൂ. വ്യയാധിപനായ ചൊവ്വയുടെ ദശാകാലത്ത് അഷ്ടമാധിപ അപഹാരത്തിൽ അഷ്ടമാധിപ ചിത്രത്തിൽ അഷ്ടമിയും വെള്ളിയാഴ്ചയും കൂടി വരുന്ന ദിനത്തിലെ അവസാന നാഴികയിൽ മരണം. ആ വെള്ളിയാഴ്ച ഏത് വർഷത്തിലാണെന്നൊന്നും പറയാമോ? പറയാം, പക്ഷെ ഞെട്ടരുത്. ആത്മസംയമനം പാലിക്കണം. പറയാൻ വിഷമമുണ്ട്, പക്ഷെ കയ്യിൽ കണ്ടതും ധ്യാനത്തിൽ തെളിഞ്ഞതുമായ സത്യം പറയാതെ വയ്യല്ലോ. ആ വെള്ളിയാഴ്ചക്ക് ഇനി കേവലം 1 മാസവും 13 ദിവസവും മാത്രം. പക്ഷെ പണിക്കൽ എഴുതിയ ജാതകത്തില് എനിക്ക് 86 വയസ്സൊരു ആയുസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സൂര്യദശയും ചന്ദ്രദശയും ഗണിച്ചപ്പോ ആ പണിക്കർക്ക് പറ്റിയ പിഴയാണ്. അറിയാലോ, ഒരു നെല്ലട പിഴച്ചാൽ ജാതകമാകെ അറിയും. കൃഷ്ണനുണ്ണിയുടെ നാവ് പിഴക്കില്ല. അനേക വർഷങ്ങളുടെ തപസ്സി കൊണ്ട് നേടിയെടുത്ത സിദ്ധിയിൽ നിന്നുമാണ് എന്റെ പ്രവചനം. കൊളംബിയ ദുരന്തത്തിൽ മരിച്ച കൽപ്പന ചൗളയുടെ മരണം ഞാൻ പ്രവചിച്ചിരുന്നതാണ്. ഗുജറാത്തിലെ ഭൂകമ്പം, കുമരകം ബോട്ടപകടം ഒക്കെ ഞാൻ പ്രവചിച്ചിരുന്നതാണ്. കുമരകം ബോട്ടപകടത്തിൽ മരിച്ച പല ചെറുപ്പക്കാരുടെയും ജാതകത്തിൽ ദീർഘായുർ യോഗം എഴുതപ്പെട്ടിരുന്നു. പക്ഷേ ഫലിച്ചത് എന്റെ പ്രവചനമാണ്. അതുപോലെ തന്നെ സത്യം സത്യമായിട്ട് തന്നെയാണ് എന്റെ ഈ പ്രവചനവും. എല്ലാം വിശദമായിട്ട് കുറിച്ച് തരാം. എനിക്ക് കുറച്ച് വെള്ളം വേണം. കുടിച്ചോളൂ.
കരിമ്പൂരാടക്കാരിൽ ഈ മൃത്യുയോഗം കടന്നു കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. ഭാര്യയും അംഗൻവാടി പഠിക്കുന്ന ഒരു പെൺകുഞ്ഞും മാത്ര ആക്കിയുള്ളത്. സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഉണ്ടാക്കിയിട്ടില്ല. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവര് നോക്കട്ടെ. പ്രതിവിധിക്ക് ചില ഹോമങ്ങളൊക്കെ ഉണ്ട്. മൃത്യുഞ്ജയ ഹോമം, ശനിഗ്രഹ പൂജ തുടങ്ങിയവ. പക്ഷെ അതിനൊക്കെ നല്ല തുക ചെലവാവും. എത്ര രൂപയാവും? സ്പെഷ്യൽ പൂജയ്ക്ക് ഒരു 10,000 രൂപ വേണ്ടി വരും. അത്രയ്ക്കൊന്നും കരുതിയിട്ടുണ്ടാവില്ലെന്നറിയാം. തൽക്കാലം കയ്യിലുള്ളത് ദക്ഷിണായിട്ട് തന്നിട്ട് പൊക്കോളൂ. എല്ലാം കൂടി നമുക്കൊരു 5,000 ഒതുക്കാമേ. എന്റെ കയ്യിൽ ഇപ്പൊ 2,000. ബാക്കി തുകയുമായി തിരിച്ചെത്തുമ്പോഴേക്കും പ്രവചന പത്രം ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചേക്കാം. ഈ പാഴ് ജാതകം കൊണ്ടുപോയിക്കോളൂ. ചെയ്തും പറഞ്ഞും തീർക്കാനുള്ള കടങ്ങളെല്ലാം തീർത്ത് ആത്മാവിനെ സ്വതന്ത്രമാക്കണം. ചില ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഒക്കെ നടത്തേണ്ടതുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ തരാം. പിന്നെ ഈ പ്രവചന രഹസ്യം ആരോടെങ്കിലും പറയുകയോ ഞാൻ എഴുതി തരുന്ന പ്രവചന പത്രം ആരെങ്കിലും കാണിക്കുകയോ ചെയ്യരുത്. സ്വന്തം ഭാര്യയെ പോലും. മനസ്സിലായോ? ഈശ്വരോ രക്ഷതു. എന്താ ഇവിടെ മാഷിന്റെ കാര്യം? 2,500 ഒതുക്കി. അത് കുറഞ്ഞു പോയിട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ട് അയാളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ചോർത്തിയെടുത്തെന്ന് അറിയോ? അതിനുള്ള കമ്മീഷൻ നീ കണക്ക് പറഞ്ഞ് മേടിക്കുന്നുണ്ടല്ലോ. അടുത്തയാളുടെ ചരിത്രം പറ. അയാളെ കൂടെ പറഞ്ഞു വിട്ടിട്ട് വേണം 2 എണ്ണം വീശിയിട്ട് അസലായിട്ട് ഒരു പ്രവചന പത്രം തയ്യാറാക്കാൻ. വായും പൊളിച്ച് നോക്കിയിരിക്കാതെ ഫോസ്ഫറസ് എടുത്ത് കർപ്പൂത്തി വേടേ കത്തി പിടിക്കട്ടെ. ഈശ്വരോ രക്ഷതു. എന്താടാ ഭാസ്കര, ഒരു ചെരുപ്പിടാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയല്ല. ഇതേവരെ ഇട്ട് തീർന്നില്ലേ? ഈ ചെരുപ്പ് ശരിയല്ല. എന്താ ഗോപാല, എല്ലാരും കടയിൽ കടച്ചിരിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ ബീരാൻകുട്ടി മരിച്ചുപോയി. ഈശ്വരാ, ഞാൻ രാവിലെ കണ്ട് സംസാരിച്ചാണല്ലോ. ഇതെപ്പോഴായിരുന്നു? ഉച്ചക്ക്. ഇത്രയുള്ളു മനുഷ്യന്റെ കാര്യം. ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്ന് ഒരു പോളിസി എടുക്കാൻ. ഇപ്പൊ ഒരു 1.5 ലക്ഷം രൂപ കിട്ടിയാന് അതും പോയി. മില്ലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാ. ആചാരുടെ കാറിൽ ആശുപത്രിയായിട്ട് കൊണ്ടുപോയി. പക്ഷെ ആശുപത്രി എത്രയ്ക്ക് മുമ്പ് നല്ല ആരോഗ്യ ധൃതരാഷ്ട്രായ മനുഷ്യനായിരുന്നു. ആരോഗ്യ ധൃതരാഷ്ട്രല്ല, ആരോഗ്യ ദൃഢഗാത്രൻ. ആരായാലും എന്താ, മരിച്ചപ്പോ എല്ലാം പോയില്ലേ? മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ മരണം. നിർത്തടാ, മനുഷ്യനിവിടെ ചങ്കിടിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു മരണപ്പാട്ട്. എപ്പോഴാ ബോഡി എടുക്കണേ? വരാനും പോകാനൊന്നും അയാൾക്ക് ഒരുപാട് ബന്ധുക്കളൊന്നും ഇല്ല. ഉടനെ തന്നെ അടക്കം ചെയ്യുന്ന കേട്ടത്. പയ്യത്തെ എടുക്കാൻ പോകണട്ടാ. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമല്ലത് ഈ മനുഷ്യന്മാർ ഓർക്കണ്ട. അയാളുടെ ഭാര്യയുടെ കൊച്ചിന്റെ കാര്യം സദാന്താ നബിസ്തയുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് 10-40 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആഘോഷത്തിൽ പങ്കെടുക്കാനോ ഒന്നും പാടില്ലാത്രേ. അന്ന് വലിച്ചിട്ടേ. ഈശ്വര, കാലിനാവതില്ലാത്ത ആ നജ്മേനെയും കൊണ്ട് ആ പാവനി എങ്ങനെയാ ജീവിക്കുക? ജീവിക്കാതെ പിന്നെ അതിനുള്ള ധൈര്യം അവർക്ക് ഈശ്വരൻ കൊടുക്കും. അല്ലെങ്കിലും മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മള് മരിക്കും അച്ഛാ. എല്ലാവരും മരിക്കും. ഒരുമിച്ച് അങ്ങോട്ട് പോവാച്ചാ കുഴപ്പമില്ല. ഇതിപ്പോ ഒരാളെ ഇട്ടേച്ച് ഒരാള് പോണത് കഷ്ടം തന്നെയാ. എന്റെ അമ്മയുടെ വിഷമം ഇപ്പഴാ ഞാൻ ഓർക്കണേ. അച്ഛൻ പോയിട്ടും ഞങ്ങളെ വളർത്താൻ എത്ര സഹിച്ചിട്ടുണ്ടാവും പാവം. തറവാട്ടിന്ന് എല്ലാരെയും വിട്ടു പോന്നപ്പോ തന്നെ എന്തായിരുന്നു നമ്മുടെ വിഷമം. അപ്പൊ പിന്നെ തറവാട്ടിലൊന്ന് പോണം, എല്ലാവരും ഒന്ന് കാണണം. അതുവഴി ചിനക്കത്തൂരും തൃപ്പങ്കുന്നത്തും തിരുവല്ലാമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും പള്ളത്താങ്കുളങ്ങരയും പിന്നെ വീഗാലാൻഡിലും ഡ്രീം വേൾഡിലും ഒക്കെ പോ അല്ലേ അച്ഛാ? ദേ അച്ഛൻ സമ്മതിച്ചു. നമ്മുടെ പുന്നാരച്ഛന് നമുക്കൊരു ഉമ്മ കൊടുക്കാം.
ഒരു തരത്തിൽ പറഞ്ഞ ഇങ്ങനെ ഒരു സസ്പെൻഷൻ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്ര തടപ്പെടുമായിരുന്നോ? എവിടേക്കൊക്കെയാ തീരുമാനിച്ചിരിക്കണേ? ഏതൊക്കെ അമ്പലങ്ങളുടെ പേര് പറയണ കേട്ടു. നമുക്കും കൂടെ പോവായിരുന്നു. ആ, ഈ വയസ്സുകാലത്തിന് കുന്നും മലയും കയറി ഇറങ്ങിയിട്ട് വേണം ഇല്ലാത്ത അസുഖം ഉണ്ടാകാൻ. എന്തിനാ അമ്മാവായി കുന്നുമലയൊക്കെ കയറി കഷ്ടപ്പെടുന്നത്? നമ്മുടെ സദാനന്ദന്റെ ഷർട്ട് അഴിച്ചിട്ട് ഒന്ന് തൊഴുതാ പോരെ? സകല ദൈവങ്ങളെ ആവാഹിച്ച് ഏലസിലാക്കിയിട്ട് അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ടല്ലോ. ഇതിനെയും വിട്ടിട്ടില്ല. മോനിരിക്കെ. മോള് വാ. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇരിക്കെ ഇരിക്കെ. വാ, ദേ നേരെ നോക്കണമേ. നോക്ക് നോക്ക് നോക്ക്. എല്ലാരും ആയോ സാന്ത മാഷേ? അയ്യോ എടുക്കല്ലേ, രമണിയെടുത്ത് വന്നിട്ടില്ല. വന്നില്ലേ രമണി? ഇവളുടെ ഒരുക്കം കഴിഞ്ഞിട്ട് ഇന്ന് ഫോട്ടോ എടുപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുങ്ങട്ടടാ, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നല്ലേ പ്രമാണം. അളിയനില്ലാത്ത കഷ്ടമായി പോയല്ലേ ചേച്ചി? അതല്ലെങ്കിൽ ഏതാവശ്യത്തിനാ സമയത്തിനുണ്ടായിട്ടുള്ളത്? വന്നാ വന്ന വഴി, പോയാ പോയ വഴി. ഇതെന്തോരം ഒരുക്കോ അടി. വരണു, സാരി മാറ്റി കൊടുക്കായിരുന്നു. പിന്നെ ജൗളിക്കടയുടെ പരസ്യമല്ലേ ഇത്? കൊള്ളാം. ആ യോ മാല. വൃത്തിയോട് കാണിക്കുന്നു. ഓ ശരി ശരി. എല്ലാരും ആയില്ലേ? ആ. എടുത്തോളൂ. സ്മൈൽ പ്ലീസ്. രാഹുകാലം കഴിഞ്ഞു അച്ഛാ. അല്ല, ഒന്നും കൂടി എടുക്കണ്ടേ? വേണ്ട മാഷേ, ഇത് അസലായിരിക്കും. പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതാ. ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ, എനിക്ക് പോണേ. എന്നാ മോളു എന്റെ തനിച്ചൊരെണ്ണം. അതെന്തിനാടാ? ഉടനെ മോളിലേക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ, അപ്പൊ പത്രത്തിൽ കൊടുക്കാനാ. നേരത്തെ ഒരെണ്ണം എടുത്തു വെച്ചാ പിന്നെ നേരത്തെ ഇടുന്ന ഓടണ്ടല്ലോ. അപ്പോ നിന്റെ സസ്പെൻസ് കഴിഞ്ഞോ? ഇതിന് സാരില്ല. ഈശ്വര, ഇവന് പെട്ടെന്ന് കൊടുക്കണേ. എടുക്കാം. ഓ ശരി. ദേ, ഇത്രയും മതി. നല്ല ഷാർപ്പായിരിക്കണം. കുറച്ച് വലുതാക്കി വെക്കേണ്ടി വന്നാലും കുഴപ്പമുണ്ടാവരുത്. ഓ സ്മൈൽ പ്ലീസ്. ഇതെന്താ മാഷേ ചിരിക്കാൻ പറഞ്ഞിട്ട് കരയാ? കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. ഏയ്, കണ്ണില് പൊടി പോയതാ. എവിടെ നോക്കട്ടെ. വേണ്ട,